അതപ്പോ കാട്ട അങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യായല്ല ചെയ്തത് ബാത്തിലാക്കുക. ഹജ്ജ് വിശദീകരണങ്ങൾ പ്രധാനപ്പെട്ട പരിപാടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾക്കാർ ഹജ്ജിനൊക്കെ പോണ സമയമായി. രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സൂക്ഷിക്കണം. ഒന്ന്, ഹജ്ജ് ആഘോഷമാക്കി മാറ്റാതിരിക്കണം. രണ്ട്, ഹജ്ജ് വിശദീകരണ പരിപാടി നിർത്തിവെക്കണം. ഹജ്ജ് വിശദീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് അതിങ്ങനെ പറയന്നെ, വിശദീകരിക്കന്നെ. അവിടെ അങ്ങനെ ആ പാലത്തിൻ്റെ കൂടെ അങ്ങനെ പോയിട്ട് മറ്റോടത്ത് കൂടി എങ്ങനെ വന്നിട്ട് അതൊക്കെ അവിടെ പോണ എല്ലാവരും ചെയ്യണതാണ്. പാലത്തിനോട്ട് കൂടി അങ്ങോട്ടും പിന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ടും ഒക്കെ അതൊന്നും അത്ര പറയാൻ മാത്രമൊന്നുമില്ല. തൊള്ളേത്തെ നാവ് അടങ്ങി നിന്നാൽ സംഗതി വളരെ ഉഷാറായി. അപ്പോൾ പഴയ കാലവും പുതിയ കാലവും തമ്മിലുണ്ടായ മാറ്റം, ഇബാദത്തുകൾ കുറേ ഉണ്ട്, പക്ഷെ ചെയ്ത ഇബാദത്ത് ബാത്തിലൊക്കെയാണ്. ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കണ അറിയങ്ങൾ? പഴമക്കാരായ ആളുകളോട് ചോദിച്ചറിയാം. പാടത്ത് കന്നൂട്ടാൻ പോയിട്ട് കന്നൂട്ടണതിൻ്റെ ഇടയിൽ ചെറിയൊരു ക്ഷീണം തോന്നിങ്ങാണ്ട് കയറി വന്ന് കയ്യും കാലും തേച്ച് ഗീറ്റ് കട്ടിലുമ്മ നീണ്ടു കയറുന്ന കടന്നുങ്ങാണ്ട് ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം വാങ്ങി കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മൗത്തായ കുറേ ആൾക്കാരാണ് പഴയ കാലത്ത് മരിച്ചുപോയത്. ഏത് കാലം? പള്ളിക്കൽ വെള്ളിയാഴ്ച ഖുതുബ തുടങ്ങാൻ 40 ആള് തികയായിട്ട് മൊല്ലാക്ക പാടത്തുനിന്ന് വിളിച്ചിരുത്തി കൊണ്ടെന്ന് പള്ളിക്കുളത്തുനിന്ന് കുളിപ്പിച്ച് കള്ളിത്തുണി തിരുമ്പിച്ചിട്ട് 40 തേച്ച് നിക്കരിച്ചിരുന്ന കാലത്ത് ആൾക്കാർ മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടായിരുന്നു. ഇന്ന് ഈ ഇരിക്കണ നമ്മളെല്ലാവരും ഒരുപാട് മനുഷ്യന്മാർ മരിക്കേണ്ടിട്ടില്ലേ? ആരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത്? ഇതൊരു വിഷയമല്ലേ? സംഗതി ഒരു പ്രശ്നമാണല്ലോ. എത്ര ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ നമ്മൾ കണ്ടു, ഒരുപാട് ആൾക്കാർ മരിച്ചനെ നമ്മൾ കണ്ടില്ലേ? ഇതൊരു വിഷയമല്ലേ? മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കിയാൽ എന്നല്ല കേട്ടോ, ആയാൽ എന്നാണ്. ആക്കാൻ കഴിയൂല, അത് ആകലാണ്. കാരണം